ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം എന്താ പറയാ, ഒരുപാട് മേഖലയിൽ ബേസിക്കലി ഞാൻ വർക്ക് ചെയ്ത് ഇൻഷുറൻസ് മേഖലയിലായിരുന്നു. ഒരു കമ്പനിയുടെ ബ്രാഞ്ച് മാനേജർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു അവസരം എന്ത് ചെയ്തിട്ടുണ്ട് എന്റെ മുന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടുന്നത്. അപ്പോൾ ആ അവസരങ്ങൾ എന്ത് ചെയ്തു, ഞാനൊന്ന് ഒരു 3 മാസം പഠിക്കാൻ തയ്യാറായി. പഠിച്ചിട്ട് ഈ മേഖലനെ പറ്റി എന്ത് ചെയ്തു, നന്നായിട്ട് മനസ്സിലാക്കിയ സമയത്താണ് എന്ത് ചെയ്തത് ഈ പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലുള്ള ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന പോലുള്ള സിസ്റ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 6 മന്ത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും സ്വപ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ത് ചെയ്തത് ഡ്രീം. ഈ ഒരു യാത്രയുടെ ഇടയിൽ നമ്മൾ കാണിക്കുന്ന ഡെഡിക്കേഷൻ, അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ്, ഹാർഡ് വർക്ക്, ഇതൊക്കെയാണ് ഈ ഒരു ഡ്രീമിന്റെ മൂലധനം. ഏകദേശം ഒരു 5 വർഷം മുന്നേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാത്രമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേവലം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ ഇവിടെ എനിക്ക് പ്രതീക്ഷകളും അതേപോലെ തന്നെ വലിയൊരു അവസരങ്ങളുടെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ച് എനിക്ക് ദൈവം ഒരു കൂട്ടുകാരനെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരനെ, അതേ ഒരു ഫ്രണ്ടിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നിട്ടുള്ള ആ സ്വപ്നങ്ങളും അതേപോലെ തന്നെ ആഗ്രഹങ്ങളും ലക്ഷ്യമാക്കി അദ്ദേഹം മാറ്റുകയും അതേപോലെ തന്നെ അവഗണനയിൽ നിന്ന് സ്വപ്നങ്ങളുടെ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്താനും അദ്ദേഹത്തിന് എന്ത് തയ്യാറായിട്ടുണ്ട്. അപ്പം ഈ യാത്രയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഞാനൊന്നുമില്ല, എൻ്റെ മെന്ററായിട്ടും എൻ്റെ മോട്ടിവേറ്ററായിട്ടും കാണുന്നുള്ളത് നമ്മളെ ഗ്രേറ്റ് ലീഡർ അമീൻ സാറാണ് എന്ത് ചെയ്ത് എനിക്ക് ഈ അവസരം തന്നിട്ടുള്ളത്. എൻ്റെ മെന്ററായിട്ടും ഞാൻ എന്ത് ചെയ്ത് അദ്ദേഹത്തിനാണ് എന്ത് സൂചിപ്പിച്ചത്. നല്ലൊരു ക്ലാപ്പ് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രേറ്റ് ലീഡർ എംപവറിന്റെ ക്യാപ്റ്റൻ എന്ത് ചെയ്യുക, അമീൻ സാറിന് എന്ത് ചെയ്യണം, കൊടുക്കണം. കാരണം അന്ന് അദ്ദേഹം എനിക്ക് ഈ അവസരം തന്നിട്ടില്ലെങ്കിൽ എന്താ പറയാ, എനിക്കില്ല. പക്ഷെ അമീൻ സാർ ആണെങ്കിൽ പോലും ഞങ്ങൾ മുന്നേ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ ഇല്ലാസ് സാർ അമീൻ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് അറിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം തന്ന സമയത്ത് ഞാൻ ഈ ഒരു അവസരങ്ങൾ എന്ത് ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു 5 വർഷത്തെ ജൈത്രയാത്രയിൽ ഈ ഒരു 2 വ്യക്തികൾ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണ്. നമ്മുടെ എംപവറിന്റെ ക്യാപ്റ്റനും അതേപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഇല്യാസ് സാറും. അപ്പൊ അവരൊക്കെ എന്താ ചെയ്യാ, ബിഗ് സല്യൂട്ട് അർപ്പിക്കണം. ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് മറക്കില്ല. കാരണം അത് വന്ന വഴിയാണ് അല്ലെ, ഞാൻ എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഞാൻ വന്ന വഴിയാണ്. തീർച്ചയായിട്ടും അത് അത് അവരോട് അന്നും ഇന്നും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കടപ്പെട്ടിരിക്കുന്നുണ്ട്. അവരോട് സെറ്റ് കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തിയിട്ടാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഡ്രീം ഇല്ല, ഡ്രീം ഇല്ലാത്ത ഒരു വ്യക്തികളും ഇന്ന് ലോകത്തില്ല അല്ലെ. ഡ്രീം അല്ലെ, എനിക്കൊക്കെ എന്താ പറയുക, ഒരുപാട് ഡ്രീമുകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഡ്രീമൊക്കെ നമ്മൾ ആദ്യമൊക്കെ ഒരു 5 വർഷം മുന്നൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഡ്രീം എന്ത് ചെയ്യും, മനോരഞ്ജൻ കാണാന്ന് പറയും അല്ലെ. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് എന്താ പറയുക, എത്രയും പെട്ടെന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എന്നാണ്. പക്ഷെ അവിടെ ഏറ്റവും ഉള്ള എന്താ പറയുക ഒരു കാര്യം, ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ എന്ത് ചെയ്തില്ല, അത് എടുത്തിട്ടില്ല. ലോട്ടറി എന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ടില്ല. അപ്പൊ അത് എടുക്കാതെ നമ്മൾ ലോട്ടറി എടുക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം നോക്കി നോക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റില് അല്ലെ നമ്മളെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന സമയത്ത് എന്ത് ചെയ്തു, സ്വപ്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുങ്ങനെ ചെറുങ്ങനെ കാണാൻ എന്ത് ചെയ്ത് തുടങ്ങി അല്ലെ. സ്വാഭാവികമായിട്ടും ഈ സ്വപ്നങ്ങളെ നമ്മൾ കാണുന്ന സമയത്ത് എന്താ പറയുക, അതൊരു ഗോളിലേക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഈ പ്രൊജക്റ്റിൽ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്ത സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോളിലേക്ക് എന്ത് ചെയ്തു, അത് മാറ്റി അല്ലെ. 3 ടൈപ്പ് ഗോളാണ് എന്ത് ചെയ്തത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അത് ഫസ്റ്റ് ഗോള് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോളായിരുന്നു. സെക്കൻഡ് ഗോള് എന്താ പറയുക മിഡ് ടൈം ഗോൾ ഉണ്ട്. തേർഡ് ആയിട്ടുള്ള എന്താ പറയുക ലോങ് ടൈം ഗോൾ. ഈ 3 ഗോൾ എന്ത് ചെയ്തു സെറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഈ പ്രൊജക്റ്റിൽ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏതൊരു മേഖലയിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ ഒരു മെന്റർ എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഞാനും എന്താ പറയാ, ഇത് ഈ ഒരു മേഖലയിൽ വന്ന സമയത്ത് എൻ്റെ ഒരു മെന്റർ എംപവറിന്റെ ക്യാപ്റ്റനെ തന്നെ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലാണ് എന്ത് ചെയ്ത് സെറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്ത് നമ്മളിവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഫസ്റ്റിൽ ഒരുപാട് ചലഞ്ചുകൾ വരും അല്ലെ. ഒരുപാട് ചലഞ്ചുകൾ നമ്മൾ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരും. ആ ഒരു ചലഞ്ചുകൾ വന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പേർക്ക് പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ എന്ത് ചെയ്തു, ഇത് എനിക്ക് നടക്കില്ല എന്നൊക്കെ വിചാരിച്ചു. കാരണം ഫസ്റ്റ് കൊടുത്തിട്ടുള്ള 10 പേരൊന്ന് നോ ആണ് വന്നത് അല്ലെ. ജിനാ സാറൊക്കെ പറഞ്ഞു അല്ലെ, നോ 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 എന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ, ഈ നോ എന്ത് ചെയ്യുക, പിന്നെ പോസിറ്റീവ് ആക്കി മാറ്റേണ്ട ഒരു കാര്യങ്ങളായിരുന്നു എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നോകൾ എന്ത് ചെയ്യുന്നു, പിന്നെ പോസിറ്റീവിലേക്ക് വരാൻ തുടങ്ങി അല്ലെ. 11ാമത്തെ വ്യക്തിയാണ് എന്ത് ചെയ്തത് എൻ്റെ കൂടെ എന്ത് ചെയ്ത് ജോയിൻ ചെയ്ത്. ഒരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തി, ഒരു ഇംഗ്ലീഷോ മലയാളമോ വായിക്കാൻ അറിയാത്ത ഒരു വ്യക്തിനെ എന്ത് ചെയ്തു ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു, അദ്ദേഹത്തിന് ഇവിടെ സക്സസ് ആകാൻ പറ്റുമോ, ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല, അല്ലെങ്കിൽ എന്താ പറയാ ഇതേപോലുള്ള ഒരു കപ്പാസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല
പറ്റില്ല എന്ന് എന്ത് ചെയ്തു ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാൻ എന്താ പറയുക, അദ്ദേഹത്തിന് എന്ത് ചെയ്തു, നമ്മളെ എംപവറിന്റെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്തു. എംപവറിന്റെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ ഡയറക്റ്റ് ചെയ്തു. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിങ്ങുകളായാലും കാര്യങ്ങളായാലും എല്ലാം എല്ലാം മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഇംപ്ലിമെന്റ് എന്ത് ചെയ്തു ചെയ്തു തുടങ്ങി. ഒരുപാട് ഡിഫിക്കൽട്ടി. അപ്പോൾ ഒരു 20 ദിവസത്തിനുള്ളിൽ തന്നെ 2ഓളം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു, എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഉള്ളിൽ ഇറങ്ങി ചെന്ന സമയത്താണ് പ്രാക്ടിക്കലായിട്ട് ഈ പ്രൊജക്ടിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അല്ലെ. ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മെല്ലെ മെല്ലെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടി. ആ സപ്പോർട്ട് മെല്ലെ മെല്ലെ എന്ത് ചെയ്തു, എനിക്കത് ഒരു കോൺഫിഡൻസിലേക്കുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്തു എത്തി. പിന്നെ ഞാൻ സ്വയം ഈ മേഖലയിൽ എന്ത് ചെയ്തു പഠിക്കാൻ തയ്യാറായ സമയത്ത് ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഡ്രീം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഡ്രീമുകൾ ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ അതിനൊരു എഫേർട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, വേണം. ആ എഫേർട്ട് ഞാൻ എന്ത് ചെയ്തു എടുക്കാൻ ഞാൻ എന്ത് ചെയ്തു തയ്യാറായ സമയത്ത് ഞാൻ പറഞ്ഞു ഷോർട്ട് ടൈം ഗോളാണ്. ഞാൻ ഈ ബിസിനസ്സിൽ മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ് അല്ലേ. ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ അവിടെ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക, നല്ല ഡിവൈസുകൾ നമുക്ക് വേണം അല്ലെ, നല്ല ഫോണുകൾ വേണം, അല്ലെ നല്ല കമ്പ്യൂട്ടറുകൾ വേണം, അല്ലെ ടാബ് കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ഇവിടെ എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരിക്കലും ഞാൻ റീ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഓൾറെഡി പ്രൊജക്റ്റിൽ വരുന്ന സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ വീണ്ടും അത് റീ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രൂപത്തിൽ എനിക്ക് എന്താ പറയാ, ഇന്ന് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഗോൾ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ, അതായത് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോൾ എന്ത് ചെയ്തിട്ടുണ്ടോ, എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ മാക്ബുക്ക് എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലേ ആപ്പിളിന്റെ മാക്ബുക്ക് എടുക്കുക എന്നുള്ളത്. ഈ ഒരു മാക്ബുക്കാണ് എന്ത് ചെയ്ത് ഫസ്റ്റിൽ വന്ന് ഒരു മാസത്തിന്റെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോളെ സെറ്റ് ചെയ്തു. ഏകദേശം ഒരു മാസത്തിനുള്ള ഒരു 5 lakhs അടുത്ത് ഇൻകം ഉണ്ടാക്കി റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്ത് ഈ മാക്ബുക്ക് എന്ത് ചെയ്ത് വാങ്ങി. ഈ മാക്ബുക്ക് വാങ്ങിയ സമയത്ത് എന്താ പറയുക, അത് എൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷനും എൻ്റെ ടീമുകൾക്ക് എന്താ പറയുക നല്ല രൂപത്തിലുള്ള ഒരു മോട്ടിവേഷൻ എന്ത് ആയിട്ട് എന്ത് ചെയ്ത് ഇത് മാറി. അപ്പൊ എനിക്ക് കസ്റ്റമറെ കൊടുക്കാൻ ഇപ്പൊ അവിടെ ഈ ഒരു മാക്ബുക്ക് ഒക്കെ ഓപ്പൺ ചെയ്ത് പ്ലാൻ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 20-25% അവിടെ ക്ലോസിംഗ് എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് എല്ലാവരും മാക്ബുക്ക് യൂസ് ചെയ്യില്ല അല്ലെ. എല്ലാവർക്കും മാക്ബുക്ക്, ഞാനൊക്കെ മുൻ ചെയ്ത കൺസെപ്റ്റിലൊക്കെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വലിയ കോടികൾ വാങ്ങിയ ലീഡേഴ്സ് ആണ് എന്ത് ചെയ്ത് ഈ ടൈപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ നമ്മൾ എംപവറിന്റെ കൂടെ വന്ന സമയത്ത് ഈ ഒരു ഗോളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രീം എന്ത് ചെയ്യുക ഫുൾഫിൽ ചെയ്ത് തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ഡ്രീം എന്ത് ചെയ്തു, ഈ ഒരു മാക്ബുക്കിലാണ് ഞാൻ എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇൻസ്റ്റഗ്രാമിലിട്ടു അതേപോലെ തന്നെ നമ്മളെ സോഷ്യൽ മീഡിയയിലും സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇട്ട സമയത്ത് അവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പ്ലാന് കൊടുത്തിട്ടുള്ള ഈ 10 പേരല്ലേ, ഇവരെ ഞാൻ അന്നേ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും സ്റ്റാറ്റസ് നോക്കിയൊക്കെ തുടങ്ങി, ഒരു ലൈക്കൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കസ്റ്റമറെ കാണുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ കിട്ടുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ഏൺ ചെയ്തു അല്ലെ, നിങ്ങളൊക്കെ അന്ന് അല്ലെ എല്ലാവർക്കും അല്ലെ, അതല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാകുക. ഒന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക, മാർക്കറ്റിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ഇതല്ലേ, ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ഇടുക. കാരണം ഞാൻ മാർക്കറ്റിൽ പോയ സമയത്തും എനിക്ക് ഫസ്റ്റ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ പറയാ, നിങ്ങൾ എന്ത് ഏൺ ചെയ്തു, നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നലെ ഞങ്ങൾ രണ്ടുപേരോട് സംസാരിച്ച സമയത്ത് പുതുതായിട്ട് വന്നവർ അവരും മാർക്കറ്റിൽ നിന്ന് ചോദിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ, ഈ ഒരു പോയിന്റ് ആണ്. അതായത് നമുക്ക് എന്ത് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി എന്ന് പറയുന്ന സമയത്ത് അപ്പൊ നമ്മളെ അച്ചീവ്മെന്റ് അത് സ്റ്റാറ്റസ് ആയിട്ട് ഇതായിട്ട് കാണിക്കുന്ന സമയത്ത് അവിടെ നമ്മളെ ബിസിനസ്സിന് നല്ല രൂപത്തിലുള്ള ഗ്രോത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ പറയാ, നമ്മൾ പ്ലാൻ കൊടുത്ത വ്യക്തികൾക്കൊക്കെ എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അകത്തേക്ക് അവർ കടന്നു വരുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കസ്റ്റമർ അടുത്തേക്ക് പോകണ്ടുള്ളൂ. പിന്നെ കസ്റ്റമർ ഇതേപോലുള്ള അച്ചീവ്മെന്റുകൾ നമ്മൾ നേടിത്തന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെ അടുത്തേക്ക് വരുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ എന്ത് ചെയ്യുവാൻ. ഇതെന്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് ആണ്. ഫസ്റ്റ് തന്നെ ശരിക്കും ഞാനൊരു 2ഓളം അച്ചീവ്മെന്റുകളാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്ത് ഫോക്കസ് ചെയ്ത്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് ആണ് അല്ലെ. നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ, നമ്മളെ ഡിവൈസുകളാണ്. ആ ഒരു രണ്ടാമത്തെ ഒരു ഷോർട്ട് ടൈം ഗോളിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ഞാൻ ആപ്പിളിന്റെ ഫോണോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എന്ത് ചെയ്ത് നമ്മൾ ആപ്പിളിന്റെ ഡിവൈസുകൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ രണ്ടാമത്തെ അച്ചീവ്മെന്റ് ആണ് എന്ത് ചെയ്തത്, ഐഫോൺ പ്രോ മാക്സ്. അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ഇറങ്ങി ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെഡി ക്യാഷ് കൊടുത്തു. ഒരിക്കലും എംപവറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോണുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ. ലോൺ എടുക്കുന്ന ഒരു പരിപാടിയില്ല. കാരണം എന്താ, ഇവിടെ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള വരുമാനമാണ് എന്ത് ചെയ്യുന്നത്. അന്നൊക്കെ ഡായി ആയിരുന്നു, ഇപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, USDT എന്ന് പറഞ്ഞ സ്റ്റേബിൾ കോയിനായി. നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് ഈ ഒരു ഐഫോൺ പ്രോ മാക്സ് റെഡി ക്യാഷ് എടുത്തു. അതിന്റെ റീൽസ് എന്ത് ചെയ്തു, നല്ല പ്രൊഫഷണൽ ടൈപ്പ് എന്ത് ചെയ്തു സെറ്റ് ചെയ്തു.
നെക്സ്റ്റ് എന്ത് ചെയ്തു, എൻ്റെ സെക്കൻഡ് അച്ചീവ്മെന്റ് ആയിട്ട് എന്ത് ചെയ്തു, എനിക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഇത് കാണിക്കാൻ വേണ്ടി പറ്റി. മാർക്കറ്റിൽ കാണിക്കാൻ പറ്റിയ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്ത പ്ലാനും ഇങ്ങോട്ട് ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് കാര്യങ്ങൾ നമുക്ക് കേൾക്കണം എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്തു, മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. കുറച്ച് പേര് എന്ത് ചെയ്തു, എൻ്റെ മാറ്റങ്ങൾ എന്ത് ചെയ്തു, കണ്ട് കണ്ട് എന്ത് ചെയ്തു തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ടീമിൽ ഒരു മെസാലിന്റെ മേഡം ഒരു ഫോൺ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ഇത് അവരെ ഫസ്റ്റിലത്തെ ഡ്രീമുകളാണ്. അപ്പൊ നമ്മൾ ഇത് അച്ചീവ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമ്മൾ അച്ചീവ് ചെയ്ത വഴികളിലൂടെ നമ്മളെ ടീമിനെ എന്ത് ചെയ്യണം, സഞ്ചരിപ്പിക്കണം. നമ്മളെ ടീമിനെ അതിനകത്തേക്ക് എന്ത് വേണം, നമ്മൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്യണം, എത്തിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർ സ്റ്റാറ്റസ് ഇടും. അവർ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത അതേ കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട് സർക്കിളിലെ ആൾക്കാർ ഇപ്പോൾ 1000 കോൺടാക്ട് ഉണ്ട്, അവരൊക്കെ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് കാണും. ചിലപ്പോൾ ഒരു 500 അല്ലെങ്കിൽ 300 പേരൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് മൈൻഡിൽ എന്ത് ചെയ്യും, തിങ്ക് ചെയ്യും അല്ലെ, എന്തോ നടക്കുന്നുണ്ട്, അവന് അവിടെ പൈസ കിട്ടുന്നുണ്ട് അല്ലെ, അവന് പൈസ കിട്ടാതെ നമുക്ക് ഇതൊന്നും വാങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഫ്രണ്ട് സർക്കിളും നമ്മളെ സോഷ്യൽ മീഡിയ സർക്കിളിലെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വാച്ച് ചെയ്ത് തുടങ്ങും. ഞാൻ പറഞ്ഞ എല്ലാവരും എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയ എന്ത് ചെയ്യണം, 100% എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇൻസ്റ്റഗ്രാം ആയി കഴിഞ്ഞാലും ഫേസ്ബുക്ക് ആയി കഴിഞ്ഞാലും എല്ലാ വാട്സപ്പും മാക്സിമം എന്ത് ചെയ്യണം, യൂസ് ചെയ്തിട്ട് നിങ്ങളെ ബിസിനസ് എന്ത് ചെയ്യണം, വളർത്താൻ വേണ്ടി എന്ത് ചെയ്യണം, സാധിക്കണം അല്ലെ. ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഓൾറെഡി അത് ചെയ്യുന്നുണ്ട്. കാരണം പലർക്കും ഇപ്പം ബിസിനസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതിൻ്റെ അത് സ്റ്റാർട്ടിങ് ഒരിക്കലും നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഇതിലേക്ക് ഒരിക്കലും പോകരുത്. നമ്മൾ സ്റ്റാർട്ടിങ് മെയിനായിട്ട് നമ്മളെ കോണ്ടാക്റ്റുള്ള ഡയറക്റ്റ് ഉള്ള കണക്ഷനാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡറി ആണ് നമുക്ക് ഇതേപോലുള്ള സോഷ്യൽ മീഡിയ ഒക്കെ എന്തെങ്കിലും യൂസ് ചെയ്യും. കാരണം സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, അവിടെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടി ഇതുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മളേതായിട്ടുള്ള കോൺടാക്റ്റ് നമ്മളെ കൊടുത്തിട്ട് നമ്മൾ ട്രസ്റ്റ് കൊടുത്തവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ഉള്ള ഒരു ആൻസറാണ്, നിങ്ങൾക്ക് എന്ത് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ 1 lakh വരുമാനം വാങ്ങി, ഞാൻ ഈ ഒരു ടാബ് അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് ഞാൻ അച്ചീവ് ചെയ്തു. അത് നമ്മൾ അച്ചീവ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തീർച്ചയായിട്ടും അവിടെ കാണിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു അച്ചീവ്മെന്റ് നമ്മൾ കാണിക്കുന്ന സമയത്ത് അവിടെ അവർക്ക് നമ്മളോടുള്ള ഒരു ഇത് കൂടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പലരും പറയുന്നത്, ചിലർ പറയും എന്താ, ഒരു 3 മാസം കഴിയട്ടെ, ഈ സിസ്റ്റം ഇവിടെ ഉണ്ടാവുമെന്നൊന്ന് ഞാൻ നോക്കട്ടെ അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് മാർക്കറ്റ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതായിരിക്കും, 3 മാസം കഴിയട്ടെ, ഈ ഒരു സിസ്റ്റം ഞാൻ എന്ത് ചെയ്യട്ടെ, ഇവിടെ ഉണ്ടോ നോക്കട്ടെ. പലർക്കും സംശയമാണ്. ഇപ്പൊ 3 മാസം നമ്മൾ സിസ്റ്റം ഇടുമെന്ന് പലരും നോക്കി. ഇപ്പൊ എന്താ പറയാ, അവരൊക്കെ നെറ്റ് വിളിച്ചു, ഇപ്പൊ 6 മാസം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് ഇവിടെ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ ട്രെൻഡിങ് ആണ്. എന്താണ് ഇപ്പോൾ എംപവറിൽ നടക്കുന്നത് അല്ലെ, എന്താണ് എംപവർ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ നടക്കുന്നത്? ഒരുപാട് അല്ലെ അച്ചീവേഴ്സിന് നമ്മൾ ക്രൂയിസ് ട്രിപ്പിൽ പോയി, അതേപോലെ തന്നെ ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോയി, ഒരുപാട് പേര് എന്താ പറയാ, അവരെ വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഒരുപാട് എന്തോ സംതിങ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിലെ. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് എന്താ പറയാ, വലിയ രൂപത്തിലുള്ള ഒഴുക്കാണ് എന്ത് ചെയ്ത്, വ്യക്തികളിൽ നിന്ന് മാറി അത് ടീമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് എന്ത് ചെയ്ത് വന്ന് നല്ല രൂപത്തിലുള്ള ഒരു ഇതിലേക്ക് നമ്മളെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്ത് ഓൾറെഡി മാറി. അപ്പോൾ ഇതെന്റെ ഫസ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ, ഷോർട്ട് ടൈം ആയിട്ടുള്ള ഡ്രീമാണ് എന്ത് ചെയ്ത് ഞാനിവിടെ ഫുൾഫിൽ എന്ത് ചെയ്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയാ, എന്നെ എല്ലാവരും ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്ത് തുടങ്ങിയില്ല, ഇവിടെ സംതിങ് എന്തോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കുറെ പേര് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു മിഡ് ടൈം ഗോളാണ് ഞാൻ അടുത്തത് എന്ത് ചെയ്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്കറിയാം, മിഡ് ടൈം ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ, നമ്മളൊരു ഏകദേശം ഒരു 1 ഇയറിന് ശേഷമാണ് എന്ത് ചെയ്ത് ഞാൻ ആ മിഡ് ടൈം ഗോളിലേക്ക് എന്ത് ചെയ്ത് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് സ്ട്രഗിൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്, ഈ ഒരു ഇതിൽ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ മെല്ലെ എന്ത് ചെയ്തു, എൻ്റെ അച്ചീവ്മെന്റ് വന്ന സമയത്ത് മെല്ലെ മെല്ലെ സ്മൂത്തിലേക്ക് എത്തി. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ഏതൊരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാലും അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എടുക്കണം. അത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് വരും. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ഒരു ഫസ്റ്റിലത്തെ ഒരു 3 മന്ത് നമ്മൾ ഫുൾ സ്വിങ് നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ്, നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അതിലെന്ത് ചെയ്യരുത്, നമ്മൾ നിൽക്കരുതെന്ന് എപ്പോഴും എൻ്റെ ഒരു പോയിന്റ് ആണ്. കാരണം ഏത് മേഖലയിലാണ് ഇതുവരെ ഞാൻ അത് പ്രാവർത്തിയാക്കിക്കുന്ന ആണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ പറയാ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു 6 to 3 മന്ത് നമ്മൾ ഫുൾ സ്വിങ് എന്ത് ചെയ്യണം, നമ്മൾ ഇറങ്ങി നമ്മളെ അടിത്തറ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. അടിത്തറ ബിൽഡ് ചെയ്യണം. ഈ അടിത്തറ ബിൽഡ് ചെയ്യാൻ ചെയ്യണമെങ്കിൽ എൻ്റെ ഇവിടുത്തെ ഒരു ഗെയിം ചേഞ്ച് വന്നിട്ടുള്ള എന്താ പറയുക, RTP ആണ്.
RTP എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് സെഷനാണ്. 2 ദിവസത്തെ. അന്ന് ഞാൻ പങ്കെടുത്തുള്ള ക്രൗൺ പ്ലാസയിലാണ്. അമീൻ സാർ പറഞ്ഞ സമയത്ത് ഞാൻ ഒരിക്കലും പങ്കെടുക്കാൻ തയ്യാറായില്ല. അന്ന് 3500 രൂപയായിരുന്നു അന്നത്തെ ഫീസ് ഉള്ളത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ സാറെ ഒരു ഇൻസ്ട്രക്ഷനോടുകൂടെ തന്നെ എന്ത് ചെയ്തു, ഞാൻ പങ്കെടുത്തു. പങ്കെടുത്ത സമയത്താണ് ഇത് നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവുകയായിരുന്നു. കാരണം വേറെ റേഞ്ചാണ്. ക്രൗൺ പ്ലാസ പോലുള്ള ഹോട്ടലിൽ നമുക്ക് എന്താ പറയുക, ഒരു ദിവസം താമസിക്കാനും 2 ദിവസം അവിടുത്തെ ഹാളിൽ ട്രെയിനിങ്. കാരണം അവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഒരുപാട് പേരെ എന്താ പറയുക സ്പീച്ച് ആയി കഴിഞ്ഞാൽ ഒരുപാട് പേര് അച്ചീവ്മെന്റ് എന്നെ ഭയങ്കര മോട്ടിവേഷനായി. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെ കൂടെ വന്നിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രദേശത്താണ് അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 10 ലക്ഷം വാങ്ങി സ്റ്റേജിൽ നിന്ന് ഒരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ചാണ് സത്യം പറയാൻ എന്നെ ഭയങ്കരമായിട്ടുള്ള സ്ട്രൈക്ക് ചെയ്ത്. രണ്ടാമത് സ്ട്രൈക്ക്, അതായത് ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരു 6 മാസം കൊണ്ട് ഒരു 10 ലക്ഷം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റി, എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്ത അവിടെ വന്നു. പിന്നെ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽ വന്നു. പിന്നെ നമുക്കറിയാം അമീൻ സാറ് ഞങ്ങൾക്ക് ഒരു കൺസെപ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ ബിസിനസ്സിൽ വന്ന സമയത്ത് അവിടെ സ്പീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, പെരുമ്പിലാവ് എങ്ങനെയായിരുന്നു ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വിളിച്ച സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടോ, ഓടി ബാത്റൂമിൽ പോയ ഒരു സിറ്റുവേഷൻ. നമ്മളെ പറഞ്ഞ ക്യാപ്റ്റനെ പറ്റിയാട്ടോ പറയുന്നത്, വേറെ ആരല്ല. പക്ഷെ അതിനുശേഷം ഞാൻ ഈ RTPയിൽ അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂർ അദ്ദേഹത്തിന്റെ ഒരു അമേസിംഗ് ആയിട്ടുള്ള സെഷൻ ഉണ്ടായിരുന്നു. കാരണം ട്രാൻസ്ഫോർമേഷൻ ആണ്, അദ്ദേഹത്തിന്റെ ചേഞ്ച് ആണത്. ഞാൻ പറയുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ചാവക്കാടുള്ള അല്ലമീൻ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു പ്രൊജക്റ്റിൽ ഇവിടെ വന്ന് ഈ മേഖല എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ഈ മേഖല അദ്ദേഹത്തിനായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്തു, നടത്തി. ആ ഒരു 2 പോയിന്റുകളാണ് എന്നെ ഈ ബിസിനസ്സിൽ സ്ട്രൈക്ക് ഓൺ ചെയ്തത്. അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് ഞാൻ അന്നൊരു തീരുമാനം എടുത്താണ്. കാരണം എൻ്റെ തീരുമാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ ഈ ബിസിനസ് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. തീരുമാനം എടുത്തിറങ്ങി ഫുൾ സ്വിങ് എന്ത് ചെയ്തു, നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് രാവിലെ 12-2 മണി വരെ എന്ത് ചെയ്ത് വർക്ക്, ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നമ്മൾ ആ സമയത്ത് പറയും. അതായത് അടിത്തറ ബിൽഡ് ചെയ്യണം. ഏതൊരു ഇപ്പൊ നമ്മൾ വീടായി കഴിഞ്ഞാലും ഫൗണ്ടേഷൻ ബെസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, വീട് തകരും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നമ്മളെ ടീമിന്റെ അടിത്തറ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമായിരുന്നു എന്ത് ചെയ്ത് അവിടെ അന്ന് എടുത്തിട്ടുള്ളത്. ആ അടിത്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ നല്ല രൂപത്തിൽ നടത്തി. ഞാൻ ഇവിടെ മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ടീമുകൾ എന്താ പറയുക, നമ്മൾ വന്ന അതേ വഴിയിൽ എന്ത് ചെയ്യുക, സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് മെയിൻ ആയിട്ട് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഈ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ RTP ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ടായിരുന്നു രണ്ടാമത്തെ RTP വന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ എന്താ, ഈ RTP എന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ കൂടെ വന്നവരെ എന്ത് ചെയ്യുക, ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ എടുത്ത് എന്താ പറയുക, നെക്സ്റ്റ് വരുന്ന RTPയിൽ എന്താ പറയുക, ഞാൻ ഏകദേശം 60 പേരായിട്ടാണ് എന്ത് ചെയ്ത് ആ RTPയിൽ എൻ്റെ ടീമിൽ നിന്ന് മാത്രം എനിക്ക് പോകാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതോടുകൂടെ തന്നെ എന്താ പറയാ, ഇതിൻ്റെ അകത്ത് 60 പേരിൽ ഏകദേശം ഇപ്പോൾ ഒരു 40 പേരും എന്ത് ചെയ്തു, നമ്മളെ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്തില്ല, തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ RTP പങ്കെടുത്തു. എൻ്റെ രണ്ടാമത്തെ RTPയിൽ ഇതേപോലുള്ള ടീം ഏകദേശം ഇപ്പോൾ 2.5 മാസത്തോളം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരു നല്ല രൂപത്തിലുള്ള ടേക്ക് ഓഫ് വന്നത് മാത്രമല്ല, കൂടെ വന്നവരെയും എൻ്റെ അതേ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ എന്താ പറയാ, നമ്മളെ ഡ്രീമുകൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി വലുതിലേക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എത്തും അല്ലെ. എനിക്ക് ഏറ്റവും ഇപ്പം ഞാൻ അന്ന് എനിക്ക് തോന്നുന്ന ഒരു ടിയാഗോ എന്ന് പറഞ്ഞ കാറായിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്തു, എൻ്റെ മൈൻഡിൽ വന്നു. അത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വന്ന സമയത്ത് എനിക്ക് എപ്പോഴും എന്താ പറയുക, അന്ന് വന്ന ഒരു XUV മോഡൽ ഏതെങ്കിലും ഒരു നോർമൽ കാർ എടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ മെൻറ്ററുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് അപ്പോൾ അവർ പറഞ്ഞൊരു ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ലിപിഷട്ട XUV കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പ്രീമിയം വെഹിക്കിളിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ പോകണം. പ്രീമിയം വെഹിക്കിളിലേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊന്നും ഒരിക്കലും കയ്യെത്താൻ പറ്റാത്ത ദൂരത്തിലേക്കായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്ത് ചെയ്തു, നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 100% കോൺഫിഡൻസ് കൊടുത്ത് അതിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്തത്. ആ ഡ്രീം എന്ത് ചെയ്തു, എനിക്ക് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, സാധിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ എൻ്റെ ഒരു അച്ചീവ്മെന്റ്. ഏകദേശം ഒരു വർഷവും ഏകദേശം 3 മാസം കഴിയുന്ന സമയത്താണ് ഞാൻ എന്താ പറയുക, ഇതേപോലുള്ള ഒരു വെഹിക്കിൾ എന്ത് ചെയ്തു, ഒരു കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് കേട്ടോ, ബെൻസ് സെക്കൻഡ് ഹാൻഡ് കാറാണ്. GLA എന്ന് പറയുന്ന മെഴ്സിഡസ് ബെൻസിന്റെ പ്രീമിയം വെഹിക്കിളിലേക്ക് എന്ത് ചെയ്തു, എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. വലിയൊരു പ്രോഗ്രാം കാലിക്കറ്റ് അപ്പോളോ ഡിമോറിൽ വെച്ചിട്ട്, എനിക്കൊന്ന് എംപവറിൽ തന്നെ 3-മത്തെ വണ്ടിയായിരുന്നു എൻ്റെ പ്രീമിയം വെഹിക്കിൾ. ഫസ്റ്റ് ഒരു ലീഡറും പിന്നെ അമീൻ സാർ എടുത്തു. അതിനുശേഷം 3-മത്തെ ഒരു വെഹിക്കിൾ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു, എനിക്ക് സാധിച്ചിട്ടു. ഇതിന് ശേഷം അതോടുകൂടെ പിന്നെ എന്താ പിക്ചർ മാറി.
പിക്ചർ എന്ത് ചെയ്യും മാറി. ചെറിയൊരു കാര്യമില്ലായിരുന്നു, കാരണം നാട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താ പറയാ വേറൊരു റേഞ്ചിലേക്ക് തന്നെ എന്ത് ചെയ്തു, നമ്മളെ വാല്യൂ കാര്യങ്ങളൊക്കെ മാറി. കാരണം എന്താ, വണ്ടി എന്താ മെഴ്സീഡസ് ബെൻസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്ത സമയത്ത് കസ്റ്റമർ എന്ത് ചെയ്തു നമ്മളെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് എന്ത് ചെയ്ത് നമ്മൾ കസ്റ്റമറുടെ അടുത്തേക്ക് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത് അല്ലെ. ഈ സ്റ്റാർട്ടിങ്ങിൽ കസ്റ്റമറുടെ അടുത്തേക്ക് പോയി അവര് പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് കസ്റ്റമർ നമ്മളെ അടുത്തേക്ക് വരാൻ തുടങ്ങി. കാരണം എന്താ, നമ്മളെ അച്ചീവ്മെന്റുകൾ എന്ത് ചെയ്യുന്നു അവിടെ കണ്ടു തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇവിടെ നടക്കുന്നുണ്ടെന്ന് ചെയ്തു അവർ തീരുമാനിച്ചു. അപ്പൊ നമ്മളെ നോക്കിക്കാണാൻ വേണ്ടി തുടങ്ങി. എനിക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുന്നേ ചെയ്തൊരു കൺസെപ്റ്റിൽ, ഒരു വെൽനസ് പ്രൊഡക്റ്റിന്റെ ഒരു കൺസെപ്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ള ഒരു ലീഡർ ഏകദേശം ഒരു അഞ്ച് അഞ്ച് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്, ഇതേപോലെ സെയിം കാർ എന്ത് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിച്ചത്. ആ ഈ സെയിം കാറ് അദ്ദേഹം എടുത്ത്, അപ്പൊ നമ്മളെ പ്രോഗ്രാംസുകളൊക്കെ എന്ത് ചെയ്താണ്, നമ്മൾ നോവോട്ടലിലായിരുന്നു അന്ന് സംഘടിപ്പിക്കാറുണ്ട്, എറണാകുളത്തുള്ള നോവോട്ടല്. ആ പ്രോഗ്രാമിന്റെ ഒരു മീറ്റിംഗ് എന്ത് ചെയ്തു അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വണ്ടീന്റെ അടുത്ത് എന്റെ ഈ വണ്ടി കൊണ്ടച്ച് വെച്ച് ഒരു നല്ലൊരു ചലഞ്ചിന് എന്ത് ചെയ്ത് ചെയ്യാൻ വേണ്ടി എന്ത് സാധിച്ചിട്ടുണ്ട്. ഞാൻ ആ പേര് ആരും അറിയില്ല, അന്നത്തെ കൺസെപ്റ്റിലെ ആൾക്കാർക്ക് എന്ത് അത് അറിയണ്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയാ, നമ്മളെ ചേഞ്ചസ് ആണ് അല്ലെ. അപ്പൊ അവരെ നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാനും നമ്മളെ മാറ്റങ്ങൾ, അതായത് ഒരേ വെഹിക്കിള് നമ്മളെ ആ ലെവൽ, അതായത് ഒരു ലീഡർ MLM ഒരു ലീഡർ ഏകദേശം 5 വർഷത്തിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 1.25 വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടോ നമ്മൾ ആ ലെവലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെ. അപ്പോൾ അതോടുകൂടെ തന്നെ നമ്മൾ പിക്ചർ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു, ഫുൾ സ്വിങ് ചേഞ്ച് ചെയ്തു, നമ്മളെ ടീമിലൊക്കെ ബിൽഡായി. പിന്നെ ഞാനും ചെയ്തു എന്താ, നമ്മളെ ടീമിൽ വരുന്നവരെ ഇതേപോലെയുള്ള ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമയാണ് എന്ത് ചെയ്തത്, തീർച്ചയായിട്ടും എടുത്തു. നമുക്കറിയാം ഫിറോസ് സാറ് BMW എടുത്തു. ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നുള്ള ഒരു സാധാരണക്കാരായുള്ള വ്യക്തി, 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വ്യക്തി എന്താ പറയുക നെക്സ്റ്റ് BMW അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടു. അപ്പൊ നമ്മളെ വഴിയിലേക്ക് നമ്മളെ ടീമുകളെ എന്ത് ചെയ്യുക, നടന്നടുപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്ത്, അത് നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പൊ അതോടുകൂടെ നമ്മളെ ഡ്രീമുകൾ, ഞാൻ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്റർനാഷണൽ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ എന്ത് ചെയ്തില്ല, എനിക്ക് പോകാൻ സാധിച്ചില്ല. കാരണം നമ്മളൊരു പൊതുപ്രവർത്തകരൊക്കെ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരുപാട് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാസ്പോർട്ടൊക്കെ വളരെ സേഫ് ആയിട്ട് കോർട്ടിലൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഞാൻ ഒരിക്കലും എനിക്ക് ഗൾഫ് അല്ലെങ്കിൽ അത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്തില്ല, എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എന്താ പറയാ, കോൺഫിഡൻസ് കിട്ടി, കോടതിയിൽ നിന്ന് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മുടെ എംപോറിന്റെ ഒരു ഫസ്റ്റ് ട്രിപ്പ് എനിക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല. അതിന്റെ മുന്നേ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് ഫോണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ ഒരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് വീണ്ടും രണ്ടാമത്തെ ഒരു ഫോൺ, കാരണം നമ്മൾ ഡിവൈസ് ആണല്ലോ, ആപ്പിൾ ഉണ്ടെങ്കിൽ പോലും ഒരു ആൻഡ്രോയിഡ് ആണ് എനിക്ക്, അത് നമുക്ക് വഴങ്ങുന്നില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഒരു S24 അൾട്ര ഇറങ്ങിയ സമയമായിരുന്നു, റെഡി കാഷ് എടുത്തിട്ട് ഒരു അച്ചീവ്മെന്റ് അതും നടത്തി. ആ ഒരു അച്ചീവ്മെന്റ് നടത്തിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ട്, നമ്മളെ എംപവറിന്റെ ഒരു കോൺടെസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ എംപവറിന്റെ കോൺടെസ്റ്റ് നമ്മൾ വെച്ച് വലിയൊരു കോൺടെസ്റ്റ് ആയിരുന്നു, ഒരു ക്രൂയിസ് ട്രിപ്പ്, റോയൽ കരീബിയൻ എന്ന് പറഞ്ഞ ക്രൂയിസ് ആണ്. ഏകദേശം 21 നിലയുള്ള ക്രൂയിസ് ആണ്. ഈ 21 നിലയുള്ള ക്രൂയിസിൽ നമ്മൾ എന്താ പറയാ ഒരു കോൺടെസ്റ്റ് വെച്ചു. ഏറ്റവും ലാസ്റ്റ് സ്ലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ആ പ്രൊജക്റ്റിൽ 10 ലാഖിന്റെ അടുത്ത് വരുമാനം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 10 ലാഖ് വരേണ്ട ടീം ചെല്ലും, സ്വാഭാവികമായിട്ടും 1 ലാഖ് അവർക്ക് കൊടുത്തിട്ട് എന്താ പറയാ ഇതേപോലുള്ള ഒരു ക്രൂയിസിൽ അവർക്ക് പങ്കെടുപ്പിക്കാനുള്ള ഒരു എന്ത് ചെയ്തു തീരുമാനം എംപവർ എടുത്തു. ഏകദേശം 27 വ്യക്തികളാണ് എൻ്റെ ടീമിൽ നിന്ന് മാത്രം എന്ത് ചെയ്ത് ഈ ക്രൂയിസിൽ എന്ത് ചെയ്ത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് എന്ത് ചെയ്ത് ഫ്ലൈറ്റിൽ കയറുന്നത്. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറുന്നത് ഏകദേശം എറണാകുളം എയർപോർട്ടിൽ നേരെ സിംഗപ്പൂർ ഇറങ്ങിയിട്ട് വൈകിട്ട് ചെക്ക് ഇൻ എന്ത് ചെയ്തു, പാസ്പോർട്ട് കൊടുത്ത് ചെക്ക് ഇൻ ചെയ്തു. അവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് നേരെ ഈ ഷിപ്പ് പോകുന്നത് മലേഷ്യക്കാണ്. പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്, മലേഷ്യ എത്തുന്നത്. അവിടെ ഏകദേശം ഒരു 5 hour അവിടെ ചെലവഴിച്ചു. വീണ്ടും ഷിപ്പ് നേരെ പോകുന്നത് അങ്ങ് തായ്ലൻഡിലേക്കാണ്. പിറ്റേ ദിവസം രാവിലെയാണ് തായ്ലൻഡ് പുക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പുക്കറ്റ്, ബാങ്കോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പട്ടായൊക്കെ കേട്ടിട്ടില്ല. പുക്കറ്റിൽ ഏകദേശം ഒരു പകൽ മുഴുവൻ ഞങ്ങൾക്ക് ചെലവഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന് അവിടുന്ന് ഷിപ്പിൽ കയറി വീണ്ടും പിറ്റേ ദിവസം വൈകിട്ട് സിംഗപ്പൂർ, ഏകദേശം 5 ഡേ നമ്മൾ ഈ ഒരു ഷിപ്പിലായിരുന്നു എന്ത് ചെയ്തത്. നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അമീൻ സാർ, അസീം ഖാൻ, അങ്ങനെ ഒരുപാട് അഷറഫ് പോലുള്ള ലീഡേഴ്സ്, ഫിറോസ് സാറൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മളെ കൂടെ. അപ്പോൾ അതോടുകൂടെ തന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞ ഓരോ ട്രിപ്പ് കഴിഞ്ഞ പോലെ 1-2 എൻട്രികൾ നമ്മളെ ടീമിലേക്ക് എന്ത് ചെയ്യാൻ വരാൻ വേണ്ടി തുടങ്ങി. കാരണം ഒരുപാട് റീൽസ് ആയി കഴിഞ്ഞാൽ, ഒരുപാട് പ്രൊമോഷൻസ് ആയി കഴിഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യും, നമ്മളെതിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഫസ്റ്റ് എൻ്റെ ഇന്റർനാഷണൽ ട്രിപ്പ് ഈ ഒരു പങ്കെടുത്ത സമയത്ത് എന്താ പറയുക, കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു സാധാരണക്കാരൻ അസാധാരണക്കാരനാക്കുന്ന പ്രൊജക്റ്റാണെന്ന് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു പറഞ്ഞു. അപ്പം മെല്ലെ മെല്ലെ
എന്ത് ചെയ്തിട്ടുണ്ടോ, നമ്മളെ ഡ്രീമുകൾ എന്ത് ചെയ്യുക, കൂടി കൂടിയിട്ട് എന്ത് ചെയ്തു വന്നു. തീർച്ചയായിട്ടും നമ്മളെ ഡ്രീമുകൾ എന്ത് ചെയ്യാം, നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഡ്രീമുകൾ മെല്ലെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അപ്ഡേഷൻ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്നു, നമ്മളെ ചേഞ്ചസ് കാര്യങ്ങൾ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഈ ഒരു ഷിപ്പിലൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 21 നില ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൊച്ചിയിൽ നമ്മൾ ക്രൂയിസ് പങ്കെടുത്തു അല്ലെ. അത് ഏകദേശം 3 ലെയറേ ഉള്ളൂ. അവിടെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ 21 നിലയുള്ള ഷിപ്പിൽ എന്താ പറയാ, നമ്മളെ റേഞ്ച് വേറെ ആയിരിക്കും അല്ലെ. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മ എന്റർടൈൻമെന്റ് ആണ് എന്ത് ചെയ്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലെവല് വേറെ റേഞ്ച് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു. 2004 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്തോ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത്. ഏകദേശം 2004 എന്ന് പറഞ്ഞ വർഷം എന്താ പറയാ, വലിയൊരു ചേഞ്ചസ് ആണ് നമ്മളൊക്കെ ലൈഫിൽ എന്ത് ചെയ്ത് വരുത്തിയിട്ടുള്ളത്. എംപവറിനും നടത്തിയിട്ടുള്ള എന്താ വലിയ വലിയ ചേഞ്ചസ് ആണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തായ്ലൻഡ് ട്രിപ്പാണ്. ഇതുവരെ തായ്ലൻഡ് നമ്മൾ കേൾക്കുന്നല്ലാതെ നമുക്ക് ഇങ്ങനെയൊന്നും നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല അല്ലെ. രവീന്ദ്രജി ആണ് എന്ത് ചെയ്തത് നമ്മളെ കോർഡിനേറ്റ് ചെയ്ത്. ആ ഫോട്ടോ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സാറെ ഒരു വൈബ് കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു റൂമിലായിരുന്നു, പിന്നെ കടുവേൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തു. കാരണം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് തായ്ലൻഡ് പോയിട്ട് എന്ത് ആസ്വദിക്കാൻ വേണ്ടി എന്ത് ചെയ്തു പറ്റി. അപ്പോൾ 2024 തന്നെയാണ് ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു ഇതുകൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അനുഭവിക്കാൻ വേണ്ടി സാധിച്ചത്. ആ വർഷം എനിക്ക് തോന്നുന്നത് ഏകദേശം 5ഓളം ഇന്റർനാഷണൽ ട്രിപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോകുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഗ്രോത്ത് എന്ത് ചെയ്യുക കൂടി കൂടി വരികയാണ് അല്ലെ. അതായത് നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് കസ്റ്റമർ വരുന്ന കാലഘട്ടത്തിലേക്ക് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഓരോ ട്രിപ്പ് കഴിയുന്ന സമയത്തും ഞാൻ പറഞ്ഞ മിനിമം 2-3 നല്ല നല്ല എൻട്രികൾ എന്ത് ചെയ്യുന്നുണ്ട് ടീമിൽ, പേഴ്സണലായിട്ടും ടീമിലും നമുക്ക് ടീമിനും എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും എന്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. മാക്സിമം പ്രൊമോട്ട്. ഏകദേശം നമ്മൾ ഈ ഒരു ട്രിപ്പിൽ എംപവർ എന്ന് ഏകദേശം 60 പേര്, 55-60 പേരാണ് എന്ത് ചെയ്ത് പോയിട്ടുള്ളത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് നമ്മളെ എൻജോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് മുന്നേ ചെയ്ത കൺസെപ്റ്റില് നമ്മൾക്ക് എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കോയിൻഫോർജ് എന്ന് പറഞ്ഞ പ്രൊജക്ട് നമ്മൾ പലരും ചോദിക്കുക ഡെവലപ്പർ ആരാണ്, അല്ലെങ്കിൽ ഇതെവിടെയാണ് ഇത് കാര്യങ്ങൾ എന്നൊക്കെ പലരും ചോദിക്കും അല്ലെ. അപ്പൊ മുന്നേ ചെയ്ത പ്രൊജക്റ്റിൽ നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ പറയാ, ഞാനൊക്കെ വന്ന് ഏകദേശം 1.5 വർഷം കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു ഡെവലപ്പർ ഉണ്ടെന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ അന്നത്തെ ഡെവലപ്പർ പേര് ലാഡോ എന്ന് പറയുന്നത്, പക്ഷെ ഞങ്ങൾ അന്ന് വിളിച്ചിട്ട് ലൂഡോ എന്ന് ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് നമ്മൾ വിളിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയാ, ഒരു നെക്സ്റ്റ് ട്രിപ്പ് എന്താ പറയാ, അപ്പൊ നമുക്കറിയാം എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരു കൺട്രിയാണ് എവിടെ, എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരു കൺട്രിയാണ് എവിടെ, ദുബായ് അല്ലെ. ആ ദുബായ് എന്ന് പറഞ്ഞ രാജ്യത്ത് നമ്മൾ ജോലിക്കല്ല പോയത്. ഞങ്ങൾ എന്താ പറയാ, നമ്മൾ ഈ ഒരു ഇവന്റ് ഞങ്ങൾ അന്ന് ചെയ്ത മെറ്റാഫോഴ്സിന്റെ ലീഡർഷിപ്പ് മീറ്റിംഗ് ആയിരുന്നു. ഗ്ലോബലി നമ്മളെ സംബന്ധിച്ചിട്ട് അന്ന് ഏകദേശം 18-19 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു മീറ്റിംഗിൽ നമുക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ നമുക്ക് സെൻട്രൽ ഫിറോസ് സാറ്, എൻ്റെ സെൻട്രൽ കാണുന്ന ആ ഒരു വ്യക്തിയാണ് നമ്മളെ അന്ന് ചെയ്ത പ്രൊജക്ടിന്റെ ഡെവലപ്പർ. അവരെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്തു മീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടീമിനെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ, നമ്മളെ സംബന്ധിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ ആ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ മെല്ലെ നമ്മൾ എന്ത് ചെയ്തു മനസ്സിലാക്കി വന്നു, ഡെവലപ്പർ ഉണ്ട്. ടെക്നിക്കൽ ടീം ആയിരുന്നു സ്റ്റാർട്ടിങ്, നമുക്ക് അവരായിട്ട് പിന്നെ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കാം. ഇവിടെ നമ്മളെ കോയിൻഫോർജിലെ പ്രൊജക്റ്റിൽ നമ്മളെ സംബന്ധിച്ചിട്ട് ടെക്നിക്കൽ ടീമുമായിട്ടാണ് ഇപ്പോഴും നമുക്ക് കോൺടാക്ട് ഉള്ളത്. ഡെവലപ്പറോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നമുക്ക് ഇതുവരെ എന്ത് ചെയ്തില്ല വന്നില്ല. സ്വാഭാവികമായിട്ട് എന്താ പറയുക, അത് അങ്ങനെയാണ്, അതിന്റെ സിസ്റ്റം അങ്ങനെയാണ് എന്ത് പോകുന്നത്. കാരണം നമ്മളെ മുന്നത്തെ കൺസെപ്റ്റിൽ ഞങ്ങൾ ചെയ്ത ഒരു അനുഭവമാണ് ഞങ്ങളെ മുന്നിൽ ഓൾറെഡി ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ അത് വന്നത് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത് ഞങ്ങൾക്ക് ആ ഡെവലപ്പറെ എന്ത് ചെയ്താൽ മതി ഒന്ന് ചാറ്റ് ചെയ്യാനോ ഒന്ന് ടച്ച് ചെയ്യാനോ എന്ത് ചെയ്തത് തീർച്ചയായിട്ടും സാധിച്ചുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോഴും അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഇവരെ ടെക്നിക്കൽ ടീമുമായിട്ടാണ് നമുക്ക് കോൺടാക്ട്, അവരെ കാണാനും സാധിച്ചു. അപ്പൊ പലരും ചോദിച്ചു ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അവരായിട്ട് എന്ത് ചെയ്യണം എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ പ്രീ ലോഞ്ച് പീരീഡ് ആണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അപ്പൊ മെല്ലെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും അവരൊക്കെ കാണാൻ. ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലണ്ട് ബേസ് ആണ് നമ്മുടെ പ്രൊജക്ട്. ഇംഗ്ലണ്ടിലൊക്കെ നമുക്ക് പോകാനും ഇതേപോലെ തന്നെ അവരെ മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ തീർച്ചയായും ഉണ്ടാവും. രവീന്ദർജി കണ്ടില്ലേ, അതെനിക്ക് തോന്നുന്നു പിന്നെ വിയറ്റ്നാമിലെ ഒരു ലേഡി ലീഡർ ആയിട്ടാണ് നമ്മളെന്നുള്ളത്. അപ്പോൾ അവരായിട്ട് ഫോട്ടോ എടുക്കാനും അതിനുശേഷം ഒരു ആഫ്റ്റർ പാർട്ടി ഏകദേശം എനിക്ക് തോന്നുന്നു അന്ന് എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്ത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത്. ഏകദേശം 18 പേര് ഈ പ്രോഗ്രാമിൽ എന്ത് ചെയ്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട്. അത് ഏറ്റവും സ്ട്രെങ്ത് നമ്മളെ എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കാണ്.
എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കാണ് എന്ത് ചെയ്തത് നല്ല പ്രയോറിറ്റി. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ഏകദേശം 50,000 മുകളിലുള്ള കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കറിയാം അല്ലെ ഏറ്റവും കൂടുതൽ ടീം സ്ട്രെങ്ത് എവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യുക അവർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് ഇത്രയും ആക്സസ് കിട്ടി. പല സ്ഥലങ്ങളിലും ചൈനയിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു 4-5 പേരാണ്, സിംഗപ്പൂരിൽ നിന്ന് അതേപോലെ തന്നെ ഈ ലെവല് ആൾക്കാരാണ് എന്ത് ചെയ്ത് അവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മളായിരുന്നു ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പോയ സമയത്താണ് നമ്മളെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ഈ കോൺഫോജിനെ പറ്റി നമുക്ക് അവിടെ നിന്ന് ഒരു വിങ്ങുന്ന അറിയാൻ വേണ്ടി എന്ത് ചെയ്ത് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വന്ന സമയത്താണ് നമ്മൾ മെല്ലെ മെല്ലെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്തത് നമ്മൾ ഈ കോൺഫോജ് നടത്തുന്ന പ്രോജക്റ്റിലേക്ക് എന്ത് ചെയ്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു കണക്ട് ബേസ് ഇതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാം ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ വേണ്ടി സാധിക്കും. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക നെക്സ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് മലേഷ്യക്കാണ്. ടിൻ ടവറിന്റെ അടുത്തുള്ള ആ ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും ആഗ്രഹം പോയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് സ്വപ്നങ്ങൾ, ഞാൻ പറഞ്ഞ ഇവിടെയുള്ള എല്ലാ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും കണ്ടു തുടങ്ങി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വേദിയാണ് എംപവർ എന്ന് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റി, നമ്മളെ ഈ ഒരു കൺസെപ്റ്റ്. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യുക അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്യൂച്ചറിൽ ഇതേപോലുള്ള എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2024 ഏകദേശം 5ഓളം രാജ്യങ്ങളിൽ ഞാൻ പോയി എന്ന് പറഞ്ഞ വെറുതെ അല്ല, പ്രൂഫ് ഉൾപ്പെടെ ഞങ്ങൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുന്നത്, ഡ്രീമുകളാണ്. ഈ ഒരു ഇന്റർനാഷണൽ ട്രിപ്പും വന്ന സമയത്ത് എന്ത് ചെയ്തു ഇതേപോലെ തന്നെ ടീമിൽ എന്ത് ചെയ്തു, ടീമിലും നല്ല ഗ്രോത്ത് ഉണ്ടായി. പിന്നെ പേഴ്സണലും എൻക്വയറികൾ എന്ത് ചെയ്തിട്ട് വന്നു തുടങ്ങി. ഞാൻ ഏകദേശം 1 വർഷം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിനെ, 1 വർഷം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1 വർഷം ഫോളോ ചെയ്ത് ഫസ്റ്റ് അദ്ദേഹം എന്നെ എന്ത് ചെയ്തു ബ്ലോക്ക് ചെയ്തു. ഫസ്റ്റ് എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു, പിന്നെ ഇൻസ്റ്റഗ്രാം അൺഫ്രണ്ട് ചെയ്തു. ഇതൊക്കെ ചെയ്ത് ഞാൻ പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പല രൂപത്തിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ഇതൊക്കെ വന്ന സമയത്താണ് ഒരു ലീഡർ എന്ത് ചെയ്തത്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം എന്ത് ചെയ്തു എന്നെ ഇങ്ങോട്ട് വിളിച്ച് സാറേ നമ്മളെ നിങ്ങളെ പ്രോജക്റ്റ് എനിക്ക് എന്ത് ചെയ്യണം ഒന്ന് കേൾക്കണം ഒന്ന് വരണം എന്ന് പറഞ്ഞു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു ഓക്കെ ആക്കി. ഏകദേശം അദ്ദേഹം ഒരു 8 മാസത്തോളം നമ്മളെ ഫോളോ അപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളെ ചേഞ്ചസ് ആണ് എന്ത് ചെയ്തത് തീർച്ചയായിട്ടും അവരെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവർ വീണ്ടും നമ്മളെ എന്ത് ചെയ്തു ഈ ബിസിനസ്സിലേക്ക് വന്നു, നല്ല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചീവ്മെന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കണം. ആ അച്ചീവ്മെന്റുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് എൻക്വയറികൾ നമുക്ക് കൂടുകയാണ്, നമ്മളെ ടീമുകൾ എന്ത് ചെയ്യുക ഡെവലപ്പും കാര്യങ്ങളും ചെയ്യുകയാണ്. ഇതേ ഇതിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു ഇവന്റിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് 2024 നവംബറിൽ. അപ്പോൾ നമ്മളെ മെറ്റാവേഴ്സിന്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോളിവേഴ്സ് എന്നായിരുന്നു. ഗാല ഇവന്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങൾക്ക് ദുബായിൽ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ അസീം കെ ഞാനും ഒക്കെ പങ്കെടുത്തു. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഫണ്ട് ചെയ്ത കൺസെപ്റ്റ് ഏകദേശം ഒരു 3 to 5 ഇയർ ഞാൻ എന്താ പറയാ ഒരു റഷ്യൻ കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം അതിന്റെ ടീമുകളൊക്കെ റഷ്യൻ ലാഡോ ആയി കഴിഞ്ഞാലും ഇപ്പോൾ എലീന എന്ന് പറഞ്ഞ മേടക്കേനും നമുക്ക് റഷ്യ എനിക്ക് അത്യാവശ്യം ഞാൻ സംസാരിക്കാറുണ്ട്. ഇവരൊക്കെയായിട്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാനും അതേപോലെ തന്നെ നമ്മളെ ഒരു ആപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ അത് അസിംക നമ്മളെ ലിയോക്ക് അതെന്ത് ചെയ്യാൻ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ട് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗാല ഇവന്റിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളെ കൂടെ അന്ന് നമ്മുടെ ഷൈജി ടീച്ചറും റഫീഖ് ഉൾപ്പെടെയുള്ള ജാബിർ ഭായൊക്കെ ഉൾപ്പെടെ ഞങ്ങളെ കൂടെ അന്ന് പറഞ്ഞു. ഞങ്ങൾ ഏകദേശം 7-8 പേരാണ് എന്ത് ചെയ്ത് ഈ ഒരു ഗാല ഇവന്റിൽ വീണ്ടും ദുബായിലെ പ്രോഗ്രാമിൽ എന്ത് ചെയ്ത് നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതാണ്. കാരണം ദുബായിൽ ഞാൻ പറഞ്ഞു 2ാമത്തെ പ്രാവശ്യമാണ് എന്ത് ചെയ്ത് ആ ഒരു 2024 മാത്രം എന്ത് ചെയ്ത് നമുക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് ദുബായിൽ എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ ജോലിക്കാണ് എന്ത് ചെയ്ത് പോകുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇതേപോലെ അച്ചീവ്മെന്റ് മീറ്റിംഗ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇവന്റുകൾക്കാണ് എന്ത് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കുക. അപ്പൊ നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ ആലോചിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയുന്നത് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയും ഒരു വർഷം തന്നെ 5-6 ഇന്റർനാഷണൽ ട്രിപ്പുകൾ പങ്കെടുക്കാൻ പറ്റുന്ന ഏത് കൺസെപ്റ്റുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്, ഏത് മേഖലയാണുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള അച്ചീവ്മെന്റ് എടുക്കുക. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിട്ട് ഇനിയും ഇന്റർനാഷണൽ ട്രിപ്പുകൾ എന്ത് ചെയ്യാൻ വരാൻ വേണ്ടി പോകണം. ഇത് അച്ചീവ് ചെയ്ത് നമ്മൾ 2-3 മാസത്തിലുള്ള എന്ത് ചെയ്യുക അത് നടപ്പിലാക്കണം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യുക നമ്മൾ വരുത്തുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയത്. ഇനി ഇവിടെ നമുക്കറിയാം ഇത് പഴയൊരു സ്ലൈഡാണ്, പക്ഷെ അതിൻ്റെ അകത്ത് നമുക്കറിയാം ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ടോക്കനാണ് അല്ലെ. നമ്മൾ ടോക്കണാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ. എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവരും 10,000-ഓളം ടോക്കൺ നമുക്ക് വേണം എന്നുള്ളതാണ്. ഇപ്പൊ 2025 അപ്പൊ മുന്നേ ചെയ്ത കൺസെപ്റ്റിൽ ഏകദേശം ഇതിന്റെ അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 2.5 ലക്ഷം അല്ല 25 HSC ആണ് എന്ത് ചെയ്തത് ഹോൾഡ് ചെയ്യുന്നുള്ളത്. CES എന്ന് പറഞ്ഞത് ഓൾറെഡി എന്ത് ചെയ്തു മാർക്കറ്റിൽ അത് ലിസ്റ്റ് ചെയ്തു.
അപ്പൊ ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അന്ന് ഏകദേശം 2200 സമയത്ത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്കത് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ മാർക്കറ്റിലല്ല, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അല്ലെ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓൾറെഡി ഡെക്സ് എന്ന് പറയുന്നതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2200 ഇപ്പൊ ഞാനൊരു 1000 കോയിൻ എന്ത് ചെയ്തിട്ടുണ്ട് വിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു 20 lakhs മോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടി. ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, എന്റെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു വലിയ രൂപത്തിലുള്ള വീട് എടുക്കുന്നതാണ് നമ്മളെ ഇത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ എല്ലാവരും ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവരെ ഓൺ ക്രിപ്റ്റോ അല്ലേ, നമുക്ക് കിട്ടുന്ന ടോക്കൺ മാക്സിമം ആയിട്ട് ഏൺ ചെയ്യുക എന്നുള്ള കാര്യമാണ് കോൺഫോജിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് അല്ലേ. പലർക്കും അത് ലിസ്റ്റ് ചെയ്യോ ഇല്ലയോ ഒരുപാട് കൺഫ്യൂഷൻ ആണ്. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞങ്ങൾ മുന്നേ ചെയ്ത കൺസെപ്റ്റിൽ ഓൾറെഡി എന്ത് ചെയ്തു, അത് ലിസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലരും ചോദിക്കുന്നത് സാറേ 2020 അത് എന്തിൻ്റെയാലും കുറച്ചുകൂടി ഇവരെ റോഡ് മാപ്പിന്റെ ഭാഗമായിട്ട് എന്തായാലും അതിനൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ഒരു ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട് അല്ലേ, അത് ഒരുപാട് പേരിലേക്ക് എത്തണം, എന്നിട്ട് അത് ഹോൾഡ് ആവണം. അപ്പൊ അങ്ങനെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ഞാനൊക്കെ എല്ലാവരും പറയും 2026 ലാസ്റ്റോ അല്ലെങ്കിൽ 2027 ലിസ്റ്റ് ചെയ്യാന്ന് പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ചിലപ്പോൾ അതേപോലുള്ള എക്സ്ചേഞ്ചുകൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യും, നമുക്ക് ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക, അത് നമുക്ക് വേണമെങ്കിൽ വിൽക്കാം, വേണമെങ്കിൽ വാങ്ങാം. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഈ പ്രോസസ്സിംഗ് എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിൽ എന്ത് ചെയ്യും 100% നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ പറയുന്ന എല്ലാവരോടുള്ള ഏറ്റവും റിക്വസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും മാക്സിമം നമ്മളെ ഇവരെ കോയിൻ എന്ത് ചെയ്യണം, ടോക്കൺ എന്ത് ചെയ്യണം, നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മളിപ്പോൾ 1050 ബിസിനസ് നടത്തി കഴിഞ്ഞാൽ 1050 ടോക്കനാണ് കിട്ടുക അല്ലെ. പക്ഷെ നമ്മൾ ഓരോ റഫറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് 25% ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത് ഒരു ടോക്കൺ ഓഫ് ലോ എന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഡയറക്റ്റുള്ള 5 റഫറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഒരു 1050 കൂടി അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയ ഒരു 60ഓളം പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ പ്ലാൻ ചെയ്ത സാധനമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് എന്ത് ചെയ്യുക, എന്തൊക്കെയാണോ നമുക്ക് ഇത് കിട്ടുന്നത് അതൊക്കെ നമ്മൾ മാക്സിമം, എല്ലാവരോടും എനിക്ക് ഒരിക്കൽ കൂടി പറയാം, ഒരു മിനിമം ഒരു 10,000 എങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഏൺ ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞ കോൺഫോജ് വേറെ റേഞ്ചിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം അസീംക്ക് ഓൾറെഡി പറഞ്ഞാണ് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ആ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയർ, അതായത് നിങ്ങളെ ഡയറക്ട് റഫറിലും അതിന്റെ താഴെയുള്ളവരെ എന്ത് ചെയ്യുക, ഒരു 25 എത്തിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് എന്താ പറയുക, വലിയ രൂപത്തിലുള്ള ഗ്രോത്ത് ആണ് ഇനി എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റുള്ള മന്തുകൾ എന്ത് ചെയ്യും നമുക്ക് കിട്ടാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യണം എന്താ പറയുക, നമ്മളെ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്ത് നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ആ ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ഇവിടെ കിടന്നുണ്ടാവും. ഇനി നമ്മളെ സംബന്ധിച്ചിട്ട് അല്ലെ, നമുക്ക് ഈ ബിസിനസ് ആണ് ഫുൾ സ്വിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എന്താ പറയാ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയുള്ള വരുമാനം എന്താ പറയാ വേറൊരു മേഖലയിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത് ഇവിടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഞങ്ങൾ നല്ലുള്ള വ്യക്തികളാണ് എന്ത് ചെയ്തത്, ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യുന്ന ഒരു അഡീഷണൽ, അതായത് ഒരിക്കലും അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ അതിന്റെ ഓണർഷിപ്പിൽ ഉണ്ട് എന്നുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. സൈലന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അവിടെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ റിട്ടേൺസ് എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് കിട്ടുന്നുണ്ടാവും. ഞങ്ങളെ റിട്ടേൺസ് എടുക്കാതെ അടുത്ത ഇതേപോലെ തന്നെ ഒരു പമ്പും കൂടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളത്. കൊയിലാണ്ടി താമരശ്ശേരി റോഡിലാണത്. അപ്പോൾ ഉള്ളത് ഓൾറെഡി നമ്മളെ ഒരു ലീഡേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്താ, നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് അല്ലേ. നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല ഏണിങ്സ് നമ്മൾ എടുത്തതിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ നമ്മൾ ഏണിങ്സ് എടുക്കുന്ന സമയത്ത് നമ്മളതായിട്ടുള്ള ഇപ്പം പലർക്കും പല ആഗ്രഹങ്ങളുണ്ടോ അല്ലേ, വേണമെങ്കിൽ ഷോപ്പ് എടുക്കുക, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ നമ്മളതായിട്ടുള്ള ടൈം എന്ത് ചെയ്യരുത്, ഇവിടെ നമ്മൾ ചെലവഴിക്കരുത്. നമ്മളായിട്ടുള്ള ടൈം ഒരിക്കലും ഈ മേഖലയിൽ ചെയ്യരുത്. നമ്മളെ ടൈമിങ് നമ്മളെ കമ്മ്യൂണിറ്റിയിലായിരിക്കണം വേണ്ടത്. ഞാൻ ഒരിക്കലും എൻ്റെ ടൈമിംഗ് എന്ത് ചെയ്യില്ല, ഇവിടെ ഇതായില്ല. ജസ്റ്റ് പിന്നെ എന്താ പറയുക, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്താ പറയുക, ഒരു ഹെൽപ്പിന് വേണമെങ്കിൽ ജസ്റ്റ് പോവുക കാര്യങ്ങളല്ലാതെ ഒരിക്കലും അവിടെ പോയിട്ട് ഞാൻ നിൽക്കാലോ അവിടെയുള്ള സ്റ്റാഫിന് പോലും നമ്മൾ എന്തില്ല അറിയുന്നില്ല. അപ്പം ഇതേപോലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്കും നടത്താം. അതിൽ എന്ത് ചെയ്യണം, നല്ല ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് പുതിയ അറിവായിരിക്കും. അതായത് നിങ്ങൾ ബിസിനസ്സിൽ വന്നു ഏണിങ്സ് നമ്മൾ എടുക്കുക, ഈ ഏണിങ്സ് എന്ത് ചെയ്യുക, പിന്നെ നമുക്ക് ഇതേപോലെ ഇൻവെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഐഡിയക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും സാധിക്കും. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നേരത്തെ, എനിക്ക് നെക്സ്റ്റ് ഉള്ള ഒരു 3 ആഗ്രഹങ്ങളാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത്.
മൂന്ന് ആഗ്രഹങ്ങളാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ സ്ഥലത്ത് എന്താ പറയുക, നമ്മളെ നെക്സ്റ്റ് ഒരു വീട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഈ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്ത സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ മനസ്സിലായി ഇപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ചുകൂടി പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ ഞാൻ ഓൾറെഡി അഡ്വാൻസ് കൊടുത്തു. അത് ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ അതിൻ്റെ കൂടി ഒരു 6 സെൻറ്റും കൂടി അതിൻ്റെ അടുത്തുണ്ട്, അതുകൂടി എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ കുറേ സ്ഥലം നമുക്ക് എന്ത് ചെയ്യണം, വേണം അവിടെ നല്ലൊരു വീട് എന്ത് ചെയ്യുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഡ്രീമുകൾ, അതായത് ലോങ് ആണ് നമ്മളെ ഡ്രീമുകൾ. ഇപ്പൊ 2025 പക്ഷെ അത് വീടെടുത്തതിന് ശേഷമാണ് എൻ്റെ നെക്സ്റ്റ് വെഹിക്കിൾ ഡ്രീം കാർ. പക്ഷെ ഇവിടെ ഞാൻ ഒരു ചെറിയൊരു ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ വരുത്തിയിട്ടുണ്ട്. കാരണം വരുത്തിയിട്ടുള്ള ചേഞ്ചസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഫസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തു അല്ലെ, ഞാൻ എൻ്റെ കുറച്ച് അപ്ഡേഷനുകൾ എന്ത് ചെയ്യാ, എനിക്ക് വരുത്താൻ വേണ്ടി എന്ത് ചെയ്തു, ഞാൻ തീരുമാനിച്ചു. ആ അപ്ഡേഷൻ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു കാർ എടുക്കുന്നതിന്റെ മുന്നേ ഞാൻ എന്താ പറയാ, ഒരു മൂന്നോളം ചെറിയ എന്റെ അപ്ഡേഷൻ ഉണ്ട്. ഒന്നിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നത് 40 Pro Max ആണ് അല്ലെ, അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഈ മാസം ലാസ്റ്റ് അല്ലെ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് എന്താ പറയാ 70 Pro Max എന്ത് ചെയ്യാ, ഞാൻ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെന്താ പറയാ, ഞാൻ ചേഞ്ചസ് വരുത്തുകയാണ്. അപ്പോൾ എംപവറിൽ ഇതുവരെ ആരും എടുത്തില്ല എന്ന് തോന്നുന്നു, അതിന്റെ മുന്നേ ആരും എടുക്കുമെന്ന് അറിയില്ല. ഫസ്റ്റ് അച്ചീവ് ആവുന്നുണ്ട്, ആരൊക്കെയോ പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ 70 Pro Max ഇറങ്ങിയിട്ടില്ല. അപ്പൊ 70 Pro Max എടുക്കലാണ് എന്ത് ചെയ്യുക, എന്റെ 70 Pro ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട്, അല്ല 40 Pro Max അപ്ഗ്രേഡ് ചെയ്തിട്ട് 70 Pro Max എടുക്കലാണ് എൻ്റെ അടുത്ത ഒരു ലക്ഷ്യം. അത് ഞാൻ എന്താ പറയുക, ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും, നടപ്പിലാക്കും. നമ്മളെ ഓപ്പൺ ആയിട്ട് നമ്മുടെ സൂമിൽ എന്ത് ചെയ്യുക, അറിയിക്കുകയാണ്. ഇതും നമ്മൾ എന്താ പറയുക, ലോൺ ഇല്ലാതെ തന്നെ റെഡി ക്യാഷ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ തീർച്ചയായിട്ടും എടുക്കാം. പിന്നെ രണ്ടാമത്തെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 6 മന്തിനുള്ളിൽ എന്താ പറയുക, എൻ്റെ GLA ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു BMW X3 എന്ന് പറഞ്ഞ ഒരു കാർ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, എടുക്കാൻ വേണ്ടി പോവാണ്. അതായത് അത് നമ്മൾ ജസ്റ്റ് ഒരു അപ്ഗ്രേഡേഷൻ മാത്രമാണ്. അതായത് BMW എന്ന് പറഞ്ഞ കാറിൽ, അല്ല ബെൻസ് എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് BMW ഒരു അപ്ഗ്രേഡേഷൻ ആണ്. കുറച്ചുകൂടി നിലവിൽ യൂസ് ചെയ്യുന്ന വണ്ടീനെ കാട്ടിയുള്ള കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു വണ്ടിയും കാര്യങ്ങളാണ്. അത് എന്താ പറയാ, വീണ്ടും നമ്മളെ ബിസിനസ്സിലുള്ള ചേഞ്ചസ് ആണ്. നമ്മുടെ ബിസിനസ്സിൽ വന്ന സമയത്ത് നമുക്കുള്ള ഒരു ചേഞ്ചസ് തീർച്ചയായിട്ടും മാർക്കറ്റിൽ എന്ത് ചെയ്യണം, കാണിക്കണം. അത് മാത്രമല്ല, ഒരു അപ്ഗ്രേഡേഷൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിന് വേണമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നെക്സ്റ്റ് ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഡ്രീമാണത്, റേഞ്ച് റോവർ. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, 2025 കൊടുത്തെങ്കിൽ പോലും 2026 ലാസ്റ്റോട് കൂടെ തന്നെ അതും നമുക്ക് എന്ത് ചെയ്യും, ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, സാധിക്കും. അതിനു വേണ്ടിയുള്ള പ്രൊജക്റ്റ് ആണ് നമ്മൾക്ക് മുന്നിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതാണ് നമ്മളെ അടുത്ത ഡ്രീം. നമ്മളെ ഏറ്റവും വലിയ ഡ്രീം ഫോം എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ പ്രോപ്പർട്ടി കാര്യങ്ങൾ എടുത്തു. അവിടെ നമ്മളെ പ്രോപ്പർട്ടീന്റെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി വലുതാക്കേണ്ട ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഇത് 2027 നമ്മൾ എന്ത് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2027 എന്താ, ഡ്രീം ഹോം നമ്മൾ സെറ്റ് ചെയ്യും. നമ്മൾ എംപവറിലെ എല്ലാവരെയും വിളിച്ചിട്ട് വലിയൊരു എന്താ പറയുക, പ്രോഗ്രാമായിട്ട് എന്ത് ചെയ്യണം, നമുക്കത് എംപവർ തന്നെ ഒരു വലിയ ഉത്സവമാക്കി എന്ത് ചെയ്യണം, നമ്മളത് മാറ്റും. അത് എന്താ പറയുക, എല്ലാവർക്കും ഇൻവിറ്റേഷൻ, ഞാൻ ഓപ്പൺ ചലഞ്ചായിട്ട് നിങ്ങളെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്, അത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വപ്നങ്ങൾ നമുക്ക് കൂടുതലുണ്ട്, പക്ഷെ ഇതിലും അപ്പുറത്തുള്ള ഒരു സ്വപ്നമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എൻ്റെ അടുത്ത ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഡ്രീം, ഞാൻ കൊണ്ടുവന്ന വ്യക്തികളെയും ഇതേപോലെ എൻ്റെ ഡ്രീമിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു ഡ്രീമായിട്ട് ഞാൻ കരുതുന്നത്. അതിൻ്റെ പണിപ്പുരയിലാണ് ഓൾറെഡി ഞാൻ പറയുന്ന ഒരു 4, 5, 6 വ്യക്തികൾ എന്താ പറയുക, അവരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള പണിപ്പുരയിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രൂവ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാനെപ്പോഴും ഹാപ്പി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ അച്ചീവ്മെന്റിലേക്ക് എത്തുന്നതിലുപരി നമ്മളെ കൊണ്ടുവന്ന നമ്മളെ വ്യക്തികളെയും കൂടി എന്ത് ചെയ്യുക, നമ്മളെ കൂടെ വന്ന വ്യക്തികളെയും കൂടി ഇതേപോലുള്ള ഡ്രീമുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ എംപവറും വലിയൊരു മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അമീൻ സാറായാലും ഇവരൊക്കെ ഓൾറെഡി പറഞ്ഞു കാണുന്നുണ്ട്, ഇല്ല സാറായാലും അസീംക്കായാലും. കാരണം ഇതേപോലുള്ള ഡ്രീമുകളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എഫേർട്ടുകളും, നിങ്ങളൊരു മെന്റർഷിപ്പ് സ്വീകരിച്ചിട്ട് അവരെ ഇരുന്ന് A to Z കാര്യങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. ഇപ്പം നമുക്ക് പലരും അറിയാം, ഈ ഒരു മേഖലയിൽ വന്ന സമയത്ത് പലർക്കും ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും, ഇതൊക്കെ നിങ്ങൾ ലീഡേഴ്സിനെ വെച്ചിട്ട് ക്ലിയർ ചെയ്യുക. നിങ്ങൾ ടെക്നിക്കലായി കഴിഞ്ഞാലും അതേപോലെ തന്നെ നിങ്ങളെ ആയിട്ടുള്ള A to Z ഡ്രീമുകൾ എന്ത് ചെയ്യുക, ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് നമുക്ക് ഈ ഒരു മേഖല. അപ്പൊ ഈ ഒരു മേഖല നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ പറയുക, നമുക്ക് എന്ത് ചെയ്യണം, ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യണം. അപ്പോൾ അത് വേണ്ട, നിങ്ങളെ മെന്ററായിട്ട് ഇരിക്കണം, അവരായിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഡ്രീമിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുകളും എംപവർ നടന്ന കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ 2005 വർഷം മുന്നേ ഞാൻ ഇവിടെ വരുന്ന സമയത്തുള്ള, ഞാനൊരു ജസ്റ്റ് ഒരു എംപ്ലോയി ആയിരുന്നു. എംപ്ലോയി എന്ന് പറഞ്ഞ മേഖല
ഒരു ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്ന സമയത്ത് എനിക്ക് എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അത് മെല്ലെ മെല്ലെ എന്ത് ചെയ്തു മാറി. അത് എല്ലാവർക്കും ഫേസ് ചെയ്യുന്നതാണ്. ആ മാറുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ എംപവർമെന്റ് സിസ്റ്റത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. എംപവർമെന്റ് സിസ്റ്റത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ 11ഓളം വരുന്ന ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കൂടെ ഉണ്ട്. 54ഓളം വരുന്ന കിങ് മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം 7am എന്ന് പറഞ്ഞ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ 7am എന്ന് പറഞ്ഞ മീറ്റിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്കിവിടെ പഠിക്കാനും മനസ്സിലാക്കാനും എന്ത് ചെയ്യുന്നു സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നു. കാരണം ഇപ്പൊ ഞാനൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ സംസാരിക്കണമെങ്കിൽ പോലും ഒരുപാട് ലെജൻഡുകളായിട്ടുള്ള ആൾക്കാർ നമ്മളെ ടീമിലൊക്കെ വന്നു കഴിഞ്ഞു അല്ലെ. നമ്മൾ അപ്പൊ സഭയായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ അതായത് അവരൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് പേര് ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യുക, വലിയൊരു രൂപത്തിലുള്ള ഫീഡ്ബാക്ക് ആണ് അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് നമുക്ക്. കാരണം എന്താ, നമ്മളെക്കാട്ടിയും കപ്പാസിറ്റി ഉള്ള ഒരുപാടുണ്ട്. ഇപ്പൊ ഒരിക്കലും ഈ ഒരു സക്സസ് ഒരിക്കലും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള, ഞാൻ എൻ്റെ ടീമിനും എൻ്റെ ലീഡേഴ്സിനാണ് സമർപ്പിക്കുന്നത്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, അമീൻ കെ, അസീം കെ, ഇല്യാസ് കെ ആണ്, രവീന്ദ്രൻ ജി, അതേപോലെ തന്നെ അനസാറ്, പിന്നെ നമ്മുടെ ഫിറോസ് സാർ ഒക്കെ ഉണ്ട്. കാരണം ടെക്നിക്കലായിട്ടൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പിന്നെ ചോദിച്ചറിയുന്നത് ഫിറോസിനോട് അനസിനോടാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അസീംക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൂടെ ഉള്ള അവരെ, അപ്പൊ അവർക്ക് ഏത് മേഖലയാണോ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് അവരോട് നമ്മൾ ചോദിച്ചറിയാം. പിന്നെ മറ്റുള്ള ടീമിന്റെ സ്ട്രാറ്റജികളാണ് അമീൻ സാറെ ഡിസ്കസ് ചെയ്യുക. ടീമിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇല്ലാസ്കാരെ വിളിക്കും. എന്നിട്ട് സാറായിട്ട് അത് പരിഹരിക്കണം. കാരണം ഒരു 100% ഷുവർ ആണ്, ഒരുപാട് പ്രശ്നങ്ങൾ ടീമിൽ വരും, ടീം വലുതാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പരിഹരിച്ച് പോകുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, അതാത് സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ നടപ്പിലാക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടീമിൽ ഡെയിലി കോൺടാക്ട് കാര്യങ്ങളൊക്കെ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, അവരായിട്ട് സംസാരിക്കണം, അവരെ വർക്ക് ഷെഡ്യൂൾ ചെയ്യണം, അവരെ വർക്ക് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യണം. നമുക്കൊരു കോർ ഗ്രൂപ്പ് എന്ത് ചെയ്യണം, രൂപീകരിക്കണം. ഈ കോർ ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം, നമ്മളെ ഡിസ്കഷൻ കാര്യങ്ങൾ നടത്തണം. എന്നിട്ട് നമ്മൾ ടീമുകൾക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ടീമായിട്ട് എന്ത് ചെയ്യണം, മാറ്റണം. ഇപ്പോൾ വെരി പ്രൗഡാണ്. ഇപ്പം പിന്നെ കരീബിയൻ ഫോഴ്സ്, അതേപോലെ തന്നെ മിറാക്കിൾസ്, മറ്റേ സ്റ്റാലിയൻസ്, പിന്നെ കോയിൻകേഴ്സ്, റോയൽ സ്ക്വാഡ്, അതേപോലെ തന്നെ എമർജിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരുപാട് ടീമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ടീമുകൾ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അവരിലേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഡ്യൂപ്ലിക്കേഷൻ നടത്തി അവരെ ഇതേപോലെ എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു മിഷനാണ് നെക്സ്റ്റ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും സാധിക്കും. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലേഡീസ് വാരിയേഴ്സ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, വരിക. അത് ആണ്, അങ്ങനെയാണ് നമ്മൾ എംപവർമെന്റ് സിസ്റ്റം അല്ലെ. ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ലേഡീസ് ആണ് ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് ചെയ്തത് അല്ലെ. നജ്മത്ത, ജുവേരിയ മാഡം, തഫ്സീന മാഡം, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ട് അല്ലെ. ലേഡി വയറല്ല, ഷൈജി ടീച്ചർ, റസ്ലത്ത് മാഡം, ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മളെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവരൊക്കെ ഫുൾ സിംഗ്, ഫുൾ ഓൺ പവറിൽ ഇറങ്ങി അടിക്കുകയാണ് അല്ലെ. നജ്മത്തൊക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ തമിഴ്നാടും കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്ന ആന്ധ്രയിലൊക്കെ കയറി തുടങ്ങി എന്നാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത് നമ്മളെ പ്രോജക്ട്